അതുതന്നെ അവർ എട്ടാമത് ബാറ്റ് ചെയ്യുന്ന ബാറ്റർ വരെ അത്യാവശ്യം ബാറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഗംഭീറിൻ്റെ ഒരു ടീം പ്ലാൻ എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ T20-യിലാണെങ്കിലും ഗംഭീർ അത് തന്നെയാണ് കൃത്യമായി ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നേരത്തെ സുഫാൻ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ കിട്ടുന്നില്ല. അപ്പോൾ കുൽദീപ് യാദവ് ഇപ്പോൾ 3 ഫോർമാറ്റിലും മികച്ച രീതിയിൽ പന്തെറിയുന്ന ഒരു ബോളറാണ്. അപ്പോൾ അത്തരത്തിൽ കുൽദീപ് യാദവിനെ പുറത്തിരുത്തുമ്പം അത് ഇന്ത്യൻ്റെ ബോളിങ്ങിനെ നന്നായിട്ട് ബാധിച്ചു. ഫസ്റ്റ് മത്സരങ്ങളിലും കാരണം മിഡിൽ ഓവറുകളിൽ നന്നായിട്ട് വിക്കറ്റ് വീഴ്ത്താൻ കെൽപ്പുള്ള ഒരു ബോളറാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഏഷ്യ കപ്പിലും അതിന് ശേഷം ഇപ്പം വെസ്റ്റ് ഇൻഡീസ് സീരീസിലൊക്കെ നമ്മൾ കണ്ടതാണ്. 5 വിക്കറ്റ് നേട്ടവുമായാണ് കുൽദീപ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ പക്ഷേ ആ പ്രകടനം പുറത്തെടുക്കാനുള്ള അവസരം കുൽദീപിന് പലപ്പോഴും കിട്ടിയില്ല. അത്തരത്തിൽ കുൽദീപ് യാദവ് ഒരു മികച്ച സ്പിന്നറായിട്ട് പോലും അവസരം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുതന്നെയാണ് കൂടുതലും വരുന്നത്. പിന്നെ പേസ് ബോളിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ബുംറയുടെ ഒരു അഭാവം ഇന്ത്യനെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു.